മൂന്നാർ പോതമേട് സ്വദേശികളുടെ പാലത്തിന് വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് സഫലം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടുതാഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 6.80 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. മൂന്നാർ പോതമേട്ടിലേക്ക് യാത്ര ചെയ്യാൻ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപത്തുനിന്നും പുതിയൊരു പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നതാണ്. പോതമേട് സ്വദേശികളുടെ പാലത്തിനു വേണ്ടിയുള്ള പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പാണിപ്പോൾ സഫലമായിട്ടുള്ളത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഹെഡ്വർക്സ് ഡാമിന് തൊട്ടു താഴെ നിന്നും മുതിരപ്പുഴയ്ക്ക് കുറുകെ പോതമേട് റോഡിനെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പോതമേടിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ അത് പ്രയോജനകരമാകും. ഇവിടെ ഇപ്പോൾ ഒരു പാലം പുതുതായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് നല്ലതാണത്? കാരണം ഇവിടുത്തെ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ ഗതാഗത കുരുക്ക് ഇവിടെ വരുന്നവർക്കെല്ലാം അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഞങ്ങൾ ഇവിടെ ഗ്രൂപ്പായിട്ട് ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 2-3 കിലോമീറ്റർ ഫർദർ പോയതിന് ശേഷം വേണം ഇവിടെ ഹോട്ടലെത്താൻ. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഏകദേശം ഒരു 10-25-30 റിസോർട്ട്സുകളുണ്ട്. അതുപോലെ പോത്തമേട് ഒരുപാട് പേര് അധിവസിക്കുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടും ഇവിടുന്ന് ബൈസൺ വാലിക്ക് പോകാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് ഈ വരുന്ന പാലം നമ്മുടെ മൂന്നാറിനൊരു മുതൽക്കൂട്ടായിരിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. 6.80 കോടി രൂപ ചെലവിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിൽ ഹെഡ്വർക്സ് അണക്കെട്ടിന് മുകളിലൂടെയാണ് ഏറ്റവും എളുപ്പത്തിൽ പോതമേട്ടിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത്. വളരെ ഇടുങ്ങിയ പാലമായതിനാൽ ഇതുവഴി ചെറുവാഹനങ്ങൾ മാത്രമേ കടന്നു പോകുകയുള്ളൂ. ഇത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നു. പുതിയ പാലം തീരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.